ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ്. ഇന്ന് ഒരു പൈൽ റീഡിംഗ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് ചോദ്യം എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരം, അല്ലെങ്കിൽ അതെപ്പോൾ നടക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. കാർഡ് വരുന്നതിനനുസരിച്ച് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ പൈൽ റീഡിംഗ് ആണ്, 2 കാർഡായിട്ട് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂപ്പ് കാർഡ്, അവർക്കുള്ള മെസ്സേജ് അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്താണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. രണ്ടാമത്തെ ഗ്രൂപ്പ് കാർഡ് ഇതന്നെ സെയിം. അവരുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അതെപ്പോൾ നടക്കും, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു മെസ്സേജ്, അതാണ് നോക്കാൻ പോകുന്നത്. ഇതാണ് സെക്കൻഡ് ഗ്രൂപ്പുകാർക്കുള്ള കാർഡ്. നമുക്ക് നോക്കാം. അതിനു മുന്നേ ഇതിലേതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യുക. കാർഡ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. ആദ്യത്തെ ഗ്രൂപ്പുകാർ, അവർക്കുള്ള മെസ്സേജ്, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹം എപ്പോൾ നടക്കും, അല്ലെങ്കിൽ ആ ഒരു കാര്യവുമായി എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് നോക്കാം. ഓക്കെ, റീഫോക്കസ് ആൻഡ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. എന്തോ ഒരു കാര്യം, അത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അതിന്റെ പിന്നാലെ തന്നെയാണ്, എപ്പോഴും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നിങ്ങളുടെ ഫോക്കസ് വേറെ എന്തിലേക്കെങ്കിലും മാറ്റുക എന്നാണ് ഇവിടെ ലഭിക്കുന്ന മെസ്സേജ്. റീഫോക്കസ് ആൻഡ് സ്റ്റോപ്പ് വെയിറ്റിംഗ് ഫോർ ഇറ്റ്. അതിനു വേണ്ടി ഓവറായിട്ട് വെയിറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് വരുന്നത്. അപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും അല്ലെങ്കിൽ കുറച്ച് നാളുകളിലേക്കെങ്കിലും നിങ്ങളുടെ ഫോക്കസ് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുക എന്നാണ് ആദ്യത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ്. രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ് നമുക്ക് നോക്കാം. തിങ്സ് വിൽ അൺഫോൾഡ് ആസ് ദേ ആർ മെന്റ് ടു. എന്താണോ സിറ്റുവേഷന്റെ യാഥാർത്ഥ്യം, അത് നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞു വരും എന്നാണ് രണ്ടാമത്തെ ഗ്രൂപ്പുകാർക്കുള്ള മെസ്സേജ്. നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനുമായി ബന്ധപ്പെട്ട് എന്താണോ യാഥാർത്ഥ്യം, അത് നിങ്ങൾക്ക് മുന്നിൽ തുറക്കപ്പെടും, അടുത്ത് തന്നെ തുറക്കപ്പെടും എന്നാണ് ഇവിടെ ലഭിക്കുന്ന മെസ്സേജ്. ഒരു പക്ഷേ ഈ മാസം തന്നെ അതിൻ്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ലഭിക്കാനുള്ള സാധ്യത വളരെയധികം ഉണ്ട്. അപ്പം അതിനു വേണ്ടി കാത്തിരിക്കുക. ഒരുപാട് ക്ലാരിറ്റി, ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറന്നു വരും ഈ ഒരു മാസം തന്നെ. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. താങ്ക് യു ഡിയേഴ്സ്.